Hello guys, welcome back to Star Live Tech. Realme X സീരീസിൽ രണ്ട് പുതിയ സ്മാർട്ട് ഫോണുകൾ വരുന്നുണ്ട്. Realme X7 സീരീസിലെ X7 അതുപോലെ തന്നെ Realme X7 Pro എന്നീ രണ്ട് ഡിവൈസുകളാണ് വരുന്നത്. പിന്നെ ചില ലീക്സ് പറയുന്നത് Realme X7 Pro Ultra എന്ന ഡിവൈസും വരുന്നുണ്ട് എന്നാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു കൺഫേം ആയിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് X7 സീരീസിൽ വരുന്ന Realme X7 Pro എന്ന ഡിവൈസിന്റെ ഒരു സ്പെസിഫിക്കേഷൻസ് ലീക്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഇമേജസ് ഒന്നും Realme X7 Pro എന്ന ഡിവൈസിന്റെ അല്ല. കാരണം ഈ ഒരു ഡിവൈസിന്റെ ഇമേജസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഡിവൈസിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ കൺഫേം ആയതാണ്. ബാക്കി കുറച്ചൊക്കെ ലീക്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. So without wasting any more time, let's get to the video. Realme X7 Pro എന്ന ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുന്ന സമയത്ത് 6.55 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് റെസൊല്യൂഷനിൽ വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു പഞ്ച് ഹോൾ കട്ടാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ ഒരു മികച്ച ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഇത്തരത്തിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആയിട്ട് വരുന്ന റിയൽമിയുടെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് Realme X7 സീരീസ്. അതോടൊപ്പം 1080x2400 പിക്സൽസ് ആണ് ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. 402 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയുമാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഡിവൈസിൽ Gorilla Glass 5ൻ്റെ സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് മീഡിയാടെക്കിൻ്റെ Dimensity 1000+ എന്ന ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒരു 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിഡ്ലൻ സ്മാർട്ട് ഫോൺ തന്നെയാണ് Realme X7 Pro. അതോടൊപ്പം Mali G77MC9 ആണ് ഈ ഒരു ഡിവൈസിൻ്റെ GPU. Android 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. ഈ ഒരു ഡിവൈസ് നമുക്ക് 6GB 8GB റാം വേരിയൻസ് വരുന്നുണ്ട്. ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് 120GB അതോടൊപ്പം 256GB അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. റിയൽമിയുടെ V5 എന്ന ഡിവൈസിൽ നമ്മൾ കണ്ട അതല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഫോണുകളിലൊക്കെ കണ്ട ആ ഒരു റെക്റ്റാങ്കുലർ ക്യാമറ മോഡ്യൂളാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പ്രൈമറി സെൻസർ 64 മെഗാപിക്സലാണ്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. അതോടൊപ്പം 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. വീഡിയോ ഷൂട്ടിംഗ് മാക്സിമം റെസൊല്യൂഷൻ വരുന്നത് 4K ആണ്. സെൽഫി ക്യാമറയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് 32 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. f2.2 ആണ് അപ്പർച്ചർ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഡിസ്പ്ലേക്കകത്ത് ഒരു പഞ്ച് ഹോൾ കട്ടിലാണ് ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു ഡിവൈസിൽ 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതോടൊപ്പം 65 വാട്ട്സിൻ്റെ ഒരു മാസീവ് ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USB Type-C പോർട്ടാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 3.5mm ഓഡിയോ ജാക്കിൻ്റെ കാര്യം കൺഫേം ആയിട്ടില്ല, മിക്കവാറും വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും അവൈലബിൾ ആണ് ഈ ഒരു ഡിവൈസിൽ. റിയൽമിയുടെ X7 Pro എന്ന ഡിവൈസ് ബ്ലാക്ക്, വൈറ്റ്, പർപ്പിൾ എന്നീ 3 കളർ വേരിയൻസിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് Realme X7 Pro എന്ന ഡിവൈസിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ ഫീച്ചേഴ്സ്. അപ്പോൾ ഇതെല്ലാം കൺഫേം ആയിട്ടുള്ള കാര്യമല്ല. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് അതുപോലെ തന്നെ മികച്ച ഒരു AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഈ ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം മികച്ച ഒരു ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായിരിക്കും എന്നീ കാര്യങ്ങളൊക്കെ കൺഫേം ആയ കാര്യങ്ങളാണ്. അതോടൊപ്പം ഈ ഒരു ഡിവൈസിൻ്റെ ലോഞ്ചിങ് ഡേറ്റും ഏകദേശം കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന September 1 ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. പ്രൈസിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. 30,000 രൂപയ്ക്ക് താഴെയായിരിക്കുമെന്നാണ് പല ലീക്സും സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവറോൾ ഈ ഒരു ഡിവൈസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ സ്മാർട്ട് ഫോണാണ് Realme X7 Pro. കാരണം 120 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം മികച്ചൊരു പെർഫോമൻസും അതോടൊപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ക്യാമറയും മികച്ചൊരു ഫാസ്റ്റ് ചാർജിങ്ങും തിരക്കേടില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പും നമുക്ക് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും Realme X7 Pro. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോയുടെ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.